നമസ്കാരം. രാജ്യം മുഴുവൻ വിവാദമായി മാറിയ ബില്ലുകൾ പാസ്സാക്കാൻ JPCക്ക് വിട്ടപ്പോൾ ഇന്ത്യ സഖ്യത്തിന് 16 വോട്ടുകളാണ് ലഭിച്ചത്. എന്നാൽ BJPക്ക് ലഭിച്ചതാകട്ടെ വെറും 10 വോട്ടുകൾ മാത്രം. ഇനി അധികമായി ലഭിച്ച ഈ 6 വോട്ടുകളുണ്ട്. അത് BJPയുടെ സഖ്യകക്ഷികളുടേതാണ്. ഇത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ എന്നിട്ടും അവസാനം BJPക്ക് അനുകൂലമായി തന്നെയാണ് കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞത്. ഒരു കണക്കിന് ഇതെവിടുത്തെ നീതി എന്ന് ചോദിച്ചാൽ അതൊക്കെ മുകളിൽ നിന്നുള്ള ഓർഡറാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ശരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പുതിയ കാട്ടുതീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവസാന വാക്ക് പറയേണ്ടത് ശരിക്കും സുപ്രീം കോടതിയാണ്. BJPക്ക് ഇരുട്ടടി എന്നോണം കഴിഞ്ഞ പാർലമെൻറ്റിൽ അവരുടെ തീരുമാനങ്ങൾക്ക് അജണ്ടകൾക്ക് ഒരു നീക്കുപോക്കും നടത്താനാവാതെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് സഭയിൽ തലകുനിച്ചിരിക്കേണ്ടി വന്നിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പോയ 2 സുപ്രധാന ബില്ലുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് വഖഫ് ആണെങ്കിൽ മറ്റൊന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലായിരുന്നു. എന്നാൽ ഈ 2 ബില്ലുകളും പാസ്സാക്കാനാവാതെ ഒടുക്കം JPCക്ക് വിടുകയാണ് ഉണ്ടായത്. വഖഫ് ബില്ല് JPCക്ക് വിട്ടപ്പോൾ അതിലൊരു അംഗമായിട്ട് രാഹുൽ ഗാന്ധി സ്ഥാനം ഉറപ്പിച്ചപ്പോൾ രണ്ടാമത്തെ ബില്ലായിട്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിൽ JPC മെമ്പറായി പ്രിയങ്ക ഗാന്ധിയും സ്ഥാനമുറപ്പിച്ചു. അന്ന് രാജ്യത്തെ ജനങ്ങൾക്കൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി കാര്യങ്ങളൊന്നും തന്നെ BJP വിചാരിച്ച പോലെ അവരുടെ ഒറ്റ ബുദ്ധിയിൽ അവരുടെ സ്വയം പ്രഖ്യാപിത അജണ്ടയിൽ നടക്കില്ല എന്നുള്ളത്. എന്നാൽ വഖഫിൻ്റെ കരട് രേഖ അത് JPC അംഗീകരിച്ചതോടെ ഇപ്പോൾ രാജ്യം കുലുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. 14 ഭേദഗതികളാണ് കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ സംയുക്ത പാർലമെൻ്ററി സമിതി തള്ളുകയും ചെയ്തിരുന്നു. 10 MPമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ 16 പേരാണ് ഇവിടെ എതിർത്തത്. വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങളാണ് ഈ ഭേദഗതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം മുസ്ലിങ്ങളല്ലാത്ത 2 പേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും എന്നതാണ് ശ്രദ്ധേയം. വഖഫ് കൗൺസിലിന് ഭൂമി അവകാശപ്പെടാനും സാധിക്കില്ല. ബില്ല് പാസ്സാക്കിയതാകട്ടെ ഏകപക്ഷീയമായിട്ടുള്ള നടപടിയിലൂടെയാണ്. എന്നിട്ട് കേന്ദ്രമന്ത്രി പറയുകയാണ് രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം തന്നെ പിന്നോട്ടടിയുകയാണ്, അവർ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവരാനാണ് ഇത്തരമൊരു നിയമം പാസ്സാക്കിയത്. പക്ഷേ രാജ്യത്തെ ഏറ്റവും അധികം ഭൂമിയുള്ള ഈ വഖഫ് ബോർഡിന് അതിലൊന്നും തൊടാൻ പോലും അവകാശമില്ലാത്ത തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്ന് അവരുടെ തലക്കടിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ ഇത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണെന്ന്. ഇനി 16 പേർ ഈ ബില്ലിനെ എതിർത്തിട്ടും ആ ബില്ല് എങ്ങനെ പാസ്സായി എന്നതാണ് ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും. അതുമാത്രവുമല്ല, ലഭിച്ച അഭിപ്രായങ്ങൾ JPC യോഗത്തിൽ ചെയർമാൻ ജഗദാംബിക പാൽ ചർച്ച ചെയ്തിട്ട് പോലുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതിന് തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ BJPക്കും മോദിക്കും അമിത്ഷായ്ക്കും അനുകൂലമായിട്ടുള്ള തരത്തിൽ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയത്തെ ചെയർമാൻ ജഗദാംബിക പാൽ എങ്ങനെ ഇങ്ങനെ കൈകാര്യം ചെയ്തു എന്ന പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം അത് സുപ്രീം കോടതിക്ക് മുന്നിൽ ഇപ്പോൾ വളരെ പ്രസക്തമായി തന്നെ അങ്ങനെ നിൽക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.